ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുക. അങ്കിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തലയ്ക്കകത്ത് എന്താണെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മലയാള സിനിമയുടെ ഒരു കാലത്ത് വലിയ സംവിധാനം ഡയറക്ടറൊക്കെ ആയിരുന്നു ഇയാൾ, വിജി തമ്പി എന്ന് പറയുന്ന ഒരു ഊള. ഈ ഊള സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചത് ശബരിമലയും അതുപോലെ തന്നെ വാവൂർസ്വാമിയുടെയും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പം അത് തന്നെയാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ച. നമ്മുടെ ചലം ചാനലിനകത്ത് വന്നിട്ട്, സാധാരണ ഈ ചാനലിനകത്താണ് ഇവരെയൊക്കെ വിളിക്കാറുള്ളത്, മറ്റ് ചാനലിനകത്തൊന്നും വിളിക്കാറില്ല. തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തിനെയും മറ്റ് ചാനലൊന്നും വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാറില്ല. എന്നാലും ഈ ചലം ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ വേട്ടാവളിയും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ആർക്കിയോളജിക് വിഭാഗത്തിലെ മറ്റേ ഭൂമി കുഴിച്ച് താഴെ പോയിട്ട് ഇവിടെയായിരുന്നു കറക്റ്റ് മറ്റേ രാമക്ഷേത്രം ഉണ്ടായിരുന്നത്. ഇത് പണ്ട് വാവൂർ ചക്രവർത്തിയുടെ കാലത്ത് അവർ പൊളിച്ചിട്ടാണ് ഇവിടെ പള്ളി പണിതതെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വലിയ ഒരാളുണ്ടല്ലോ. അപ്പോൾ അയാളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണ് തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പം കാശി ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ ഈ ബാബർ പള്ളി, അത് അവിടെ നിന്ന് നൈനാൻ പള്ളിയാണ്. അപ്പോൾ ഈ ബാബർ പള്ളി അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം. കാരണം അതിന് വ്യക്തമായിട്ടുള്ള രേഖയോ കാരണങ്ങളൊന്നുമില്ല, അതൊരു ഐതിഹ്യം മാത്രമാണ്. കാരണം ഈ വാവർ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ നാൾ തൊട്ട് കേട്ടു തുടങ്ങിയത് വാവൂർസ്വാമി ഉണ്ടെന്നും അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ വേട്ടാവളിയന്മാർ ഇതൊക്കെ പറയുമെന്ന് മുൻകൂട്ടി ഒരു പക്ഷേ ചിലപ്പം അവർ കണ്ടതുകൊണ്ടാകാം ഈ വാവരും അല്ലെങ്കിൽ അയ്യപ്പനും അവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. അയ്യപ്പന് ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് മാലയിടുമ്പോൾ ഈ വാവൂർസ്വാമിയെ കണ്ടിട്ട് നിങ്ങൾ എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് ഒരു വലിയൊരു സന്ദേശമുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലെ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിമ്പലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം അന്ന് അവരത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഊളകൾ വന്നിരുന്നുണ്ട് ഇങ്ങനെ അസംബന്ധം പറയും. ഈ നാട്ടിൽ മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുമെന്ന് ഒരു പക്ഷേ ചിലപ്പം അന്ന് അവർക്കത് ബോധ്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം ഈ നൈനാൻ പള്ളി അല്ലെങ്കിൽ വാവൂർ പള്ളി എന്ന് പറയുന്ന ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റിയത് കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് തോന്നുന്നില്ല. കാരണം അവിടെ ഇസ്ലാം മത വിശ്വാസികളുടെ രീതിയിലുള്ള ഒരു ആചാരമാണോ നടക്കുന്നതെന്ന് വെച്ചാൽ അതും ഇല്ല എന്ന് തന്നെ വേണം പറയാം. പിന്നെ ഇതെല്ലാം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഭാഗമാണ്. അതവിടെ തകർക്കപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ അയ്യപ്പനെ സ്നേഹിക്കുന്ന അയ്യപ്പൻ്റെ ദർശിക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു മുറിവ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. കാരണം അവിടെ ആ മതസൗഹാർദ്ദത്തിന് വിള്ളൽ വീഴും. അത് തകർക്കാൻ വേണ്ടി കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘി ചാണകളും ഇതുപോലുള്ള വേട്ടാവളിയന്മാരാണ് നമ്മുടെ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഈ കെ മുഹമ്മദിനെ കുറിച്ചൊക്കെ പരാമർശിപ്പിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നു. വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ എൻ്റെ വിജി തമ്പി. നിങ്ങൾ പല കോമഡി സിനിമയൊക്കെ എടുത്ത് അത്യാവശ്യം ഏതെങ്കിലും ഒരു മൂല കൂടുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ അത് നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേന്ദ്ര ഗവൺമെൻറ് ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും അല്ലെങ്കിൽ ED-യെയും അല്ലെങ്കിൽ അതുപോലെ NIA എല്ലാം കൈപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പഴയ സ്മാരകങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ക്ഷേത്രത്തിനകത്ത് എങ്ങനൊരു പള്ളി വന്നു? എന്തായാലും ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് പള്ളി ഉണ്ടാവില്ലല്ലോ. അത്രയും പുണ്യപുരാതനമായ ക്ഷേത്രമാണ്. ഔറംഗസീബിൻ്റെ കാലത്ത് ആ ക്ഷേത്രത്തെ പൊളിച്ച് അവിടെ പള്ളി പണിഞ്ഞതാണ്. ആ വിഗ്രഹത്തെ തച്ചുടച്ചതാണ്. അപ്പോൾ അത് ക്ഷേത്രം തന്നെയാണ് എന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്നു. അയോധ്യ ക്ഷേത്രത്തെ പൊളിച്ചു മാറ്റി അവിടെ ഒരു മസ്ജിദ് പണിഞ്ഞതാണ്. അതിന് ആർക്കിയോളജിയുടെ തെളിവുകളുണ്ട്. ഈ ഒരു ഇസ്ലാം സഹോദരൻ തന്നെയാണ് അന്ന് ആർക്കിയോളജി അതിന് പ്രധാനമായിട്ടും ശ്രീ കെ മുഹമ്മദ്. അദ്ദേഹമാണ് അവിടെ കൃത്യമായിട്ട് അതിന് ഉദ്ഘാടനം ചെയ്ത് അതിനകത്തുനിന്ന് ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയും അങ്ങനെയാണ് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ തർക്ക മന്ദിരം പൊളിച്ചു മാറ്റി അവിടെ ഇന്ന് കാണുന്ന അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. അതുപോലെ തന്നെയാണ് കോടതി വിധി അനുസരിച്ച് ഇന്നിപ്പോൾ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ തർക്ക മന്ദിരം എന്ന് പറയുന്ന ഈ മസ്ജിദ് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്, ചുറ്റും വേലി കെട്ടി അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ ഒരു സർക്കാർ കാര്യമല്ല, കോടതിയോട് ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഇങ്ങോട്ട് ബാബറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെമ്പ് പട്ടയം എന്ന് പറയുന്നത് വ്യാജമാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുള്ള പല രേഖകളും ഉണ്ട്. കാരണം പണ്ട് ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ആൾ ചെമ്പ് പട്ടയം ഉണ്ടാക്കിയതുപോലെ മറ്റൊരു ചെമ്പ് പട്ടയമാണ് ഈ പറഞ്ഞ പന്തള രാജാവ് കൊടുത്തു എന്ന് പറയുന്നത്. ഈ വാവർ എന്ന് പറയുന്ന ഒരു വ്യക്തി
ശബരിമലയുമായി ബന്ധപ്പെടുന്നത് 1950 ശേഷം മാത്രമാണ്. അതിനു മുമ്പ് വാവരൊന്നും സംഭവമില്ല. പിന്നെ ഈ വാവർക്ക് എങ്ങനെ പ്രപഞ്ച പ്രചാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ശ്രീ എം.എൻ. നമ്പ്യാർ ഒരു നാടകം നടത്തിയിരുന്നു അയ്യപ്പനെ കുറിച്ച് തമിഴിൽ. ആ നാടകത്തിലാണ് ഈ വാവർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം 1973 എൻ്റെ ഓർമ്മ, ഈ മെരിലാൻഡ് സുബ്രഹ്മണ്യം സ്വാമി അദ്ദേഹം ഒരു സിനിമ എടുത്തു, ശ്രീ അയ്യപ്പൻ. ആ അയ്യപ്പനിലാണ് വാവര ക്യാരക്ടറിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് തമിഴിലൊരു വലിയ നടനായ ശ്രീ മോഹൻലാലിൻ്റെ ഫാദറിനിലെ ആയിരുന്ന ബാലാജിയാണ് വേഷം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് ഈ വാവർ എന്ന് പറഞ്ഞ വ്യക്തി ജനങ്ങളിലേക്ക് വന്നത്. പിന്നെ ശ്രീ നൗഷാദ് പറയൂ, ഈ പറഞ്ഞ ഈ എരുമേലിയിൽ വാവര് പള്ളി അവിടെ ഉയർന്നിട്ട് എത്ര കാലമായി? പണ്ട് അവിടെ വെറും ഒരു ഷെഡ് പോലെ കെട്ടി അവിടെ വരുന്നവർക്ക് ഭസ്മം കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ അത് വാവര് പള്ളിയാണെന്ന് നിങ്ങൾ പറയുമോ? അവിടെ നൈനാർ മസ്ജിദ് അല്ലേ അത്? അവിടെ വാങ്കുവിളി നടക്കുന്നില്ലേ? അതിനകത്ത് ഖബറില്ലേ? ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശബരിമലയ്ക്ക് മണ്ഡലവ്രതം നോക്കുന്ന ഒരു വ്യക്തി ആ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ, മാലിക് പറയുന്ന മുദ്രയിൽ നിന്നാണ്, അയ്യപ്പൻ്റെ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ആ ആൾ അയ്യപ്പനായി മാറുകയാണ്. അകത്തിരിക്കുന്ന വിഗ്രഹവും അയ്യപ്പനാണ്, അവിടെ പൂജ ചെയ്യുന്നവരും അയ്യപ്പന്മാരാണ്, അവിടെ പ്രവർത്തിക്കുന്നവരെല്ലാം അയ്യപ്പന്മാരാണ്, അവിടെ ദർശനത്തിനായി എത്തുന്ന ഭക്തന്മാരും അയ്യപ്പന്മാരാണ്. മരണസ്ഥലത്ത് പോകാൻ പാടില്ല, ഒരു പൊലയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല, ഒരു പ്രസവം നടന്നിടത്ത് പോകാൻ പാടില്ല, അതുപോലെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അയ്യപ്പന്മാർ ഇങ്ങനെ ഒരു ഖബറിരിക്കുന്ന ഒരു പള്ളിയിൽ കയറി കഴിയുമ്പോൾ അവരുടെ വ്രതം മുടങ്ങുകയാണ്, വ്രതം നശിക്കുകയാണ്. അത് ഹൈന്ദവ വിശ്വാസമാണ്. ഹൈന്ദവ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും രണ്ടും രണ്ടാണ്. ആ പള്ളിയിലെ നടയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹു മാത്രമാണ് ഈശ്വരൻ. ഇത് കണ്ട് ഇത് വായിക്കാതെ അകത്ത് കയറുന്നു. മതം കൊടുക്കുന്നത് ഇസ്ലാമികമായ ചടങ്ങാണോ? അവിടെ അകത്ത് പോയി നാളികേരം ഉടയ്ക്കുന്നുണ്ട്, അത് ഇസ്ലാമികമായ ചടങ്ങാണോ? ഒരിക്കലുമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു ഇസ്ലാമികമായ പള്ളിക്കകത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സാമ്പത്തിക വരുമാനമല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടോ? സമസ്ത ഒരു പ്രസ്താവന ഇറക്കി. അതായത് ശ്രീ മമ്മൂട്ടിയുടെ പേരിൽ ശ്രീ മോഹൻലാൽ ശബരിമലയിൽ ഒരു ഉഷപൂജ നടത്തി. ഈ രോഗം ഭേദമാവാൻ വേണ്ടിയാണ് ഉഷപൂജ നടത്തുന്നത്. ആ ഉഷപൂജ നടത്തിയത് ശ്രീ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി പ്രായച്ചിത്തം ചെയ്യണമെന്ന് ആദ്യം എനിക്ക് തോന്നുന്നൊരു സമസ്ത അതിനെ അംഗീകരിച്ചുകൊണ്ട് സമസ്ത പ്രസ്താവന ഇറക്കി. ഇല്ലെന്ന് പറഞ്ഞു. പന്തളൻ രാജാവ് കൊല്ലവർഷം 1884 അതായത് AD 1709 കൊടുത്ത ചെമ്പണ്ണൂർ ചെമ്പ് പട്ടയപ്രകാരമാണ്. ത്തിന്റെ അവകാശം പന്തളൻ രാജാവിനല്ല, തിരുവിതാംകൂർ രാജാവിനാണ്. എങ്ങനെ പന്തളൻ രാജാവിന് കൊടുക്കാൻ കഴിയും? ശുദ്ധ അസംബന്ധമാണ്, ആ രേഖ ശുദ്ധ അസംബന്ധമാണ്. കാലം കുറെ ആയില്ലേടോ വേട്ടാവളിയ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ താഴെ അയോധ്യ ആയിരുന്നെന്നും ഇത് കണ്ടുപിടിച്ചത് KK മുഹമ്മദ് എന്ന് പറയുന്ന ആർക്കിയോളജി വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. സത്യത്തിൽ ചിരിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് സാമാന്യ ഒരു ബോധം വേണമെങ്കിൽ. താനൊക്കെ ഒന്നുമില്ലെങ്കിലും കുറെ സിനിമകളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതുപോലുള്ള വേട്ടാവളിയന്മാരാണ്. തലയ്ക്കകത്ത് മറ്റേ എന്താ പറയുക, ചാണകം കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഫിലമെന്റ് കട്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കേട്ടല്ലോ അല്ലേ? വളരെ പ്രധാനപ്പെട്ട ചില മസ്ജിദുകൾ കൂടെ പൊളിച്ചടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പൊളിക്കാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ വേട്ടാവളിയന്മാരെന്നുള്ളത് എനിക്കിപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മറുപടി അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും